രാമ രാമ രാവണാന്തക രാമ ശ്രീരാഘവാത്മാ രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹേ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. രാവണന്റെ പടപ്പുറപ്പാട്. ആരെയും പോരിനയക്കുന്നതില്ലിനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോടു കൂടെയുള്ളോർകൾ പോന്നേടുക നമ്മുടെ നേരും വരുത്തുകന്നവൻ. വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേനിനാൽ ആലവട്ടങ്ങളും വ്യഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാദികളെ കൊണ്ടുപൊട്ടിയ വായുവേഗം കൊണ്ട തേരിൽ കരയേറി മേരുശിഖീരങ്ങൾ പോലെ കിരീടങ്ങൾ ആരങ്ങളാദിയാമഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടു കൂടെ പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഗീതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കി വടക്കുഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തോടെ ചരൂതരെ വിക്രമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭവി കണ്ടു. രഘുവരൻ മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സംജ്ഞയ. മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു, നല്ല വീരന്മാർ വരുന്നതു കാണടോ, ചൊല്ലണമെന്നോടിവരെ യഥാഗുണം എന്നതു കേട്ടു വിഭീഷണൻ. രാഘവൻ തന്നോട് മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ, ബാണജാപത്തോട് ബാലാർക്ക കാന്തി പൂണ്ടാന കഴുത്തിൽ വരുന്നതകമ്പനൻ. സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണജാപത്തോടും വന്നിന്ദ്രജിത്താകിയ രാവണനന്ദനൻ നമ്മെ മുന്നം ജയിച്ചാനവൻ. ആയോധനത്തിനു ബാണജാപങ്ങൾ പൂണ്ടായതമായൊരു തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം പൂണ്ടതീ കായൻ വരുന്നതു രാവണൻ തന്മകൻ. പൊന്നണിഞ്ഞാനക്കഴുത്തിൽ വരുന്നവൻ ഉന്നതേറ്റം മഹോദരൻ മന്നവം. വാജിമേലേറി ചിരിപ്പവനാജി സുരേന്ദ്രൻ വിശാലൻ നരാന്തകൻ. വെള്ളരൂതിൻ മുകളേറി ത്രിശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ തൃശിരസല്ലോ. രാവണൻ തന്മകൻ മറ്റേതിനെന്നേകു ദേവാന്തകൻ തേരിൽ വന്നതു മന്നവ. കുംഭകർണാത്മജൻ കുംഭൻ അങ്ങേകവൻ തമ്പീനി കുംഭൻ പരീക്ഷായുധനല്ലോ. ദേവകുലാന്തകനാകിയ രാവണനേവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. യുദ്ധം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനുമരുൾ ചെയ്തു, യുദ്ധദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവാനിന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളും നേരം. വന്ന പടയോട് ചൊന്നാൻ ദശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ. ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം. യുദ്ധത്തിനിന്നു ഞാൻ പോരും ഇവരോടും ശക്തിയില്ലായ്കയുമില്ലേതുനേതുമേ. ഏവം നിയോഗിച്ച നേരം നിശാചരേവരും ചെന്നു ലങ്കാപുരം മേവിനാർ. വൃന്ദാരകാരാതിരാവണൻ വാനര വൃന്ദത്തെയും എയ്തു തള്ളിവിട്ടിടിനാൻ. വാനരേന്ദ്രന്മാർ അഭയം തരീകെന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണീരുന്നീടിനാർ. വില്ലും ശരങ്ങളും ആശു കൈകൊണ്ടു കൗസല്യാതനയനും പോരിനൊരുമിറ്റാൻ. വമ്പനായുള്ളൊരുവനോട് പോരിനു മുമ്പിലടിയെന്നനുഗ്രഹം നൽകണം എന്നു സൗമിത്രിയും ചെന്നീരുന്നീടിനാൻ. മന്നവൻ താനും അരുൾ ചെയ്തിരന്നേരം, വൃത്താരിയും പോരിൽ വിസ്തൃതനായി വരും. നക്തഞ്ചരനോടേറ്റാലറിയുക നീ, മായയുമുണ്ടോ നിശാചരക്കേറ്റവും ന്യായവുമില്ലവർ അവർക്കുമൊരിക്കലും. ചന്ദ്രചൂടപ്രിയനാകയുമുണ്ടിവൻ ചന്ദ്രഹാസാഖ്യമ. വാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു. ചെല്ലണമല്ലോ കലഹത്തിനെന്നെല്ലാം ശിക്ഷിച്ചരുൾ ചെയ്ത യച്ചോരനന്തരം ലക്ഷ്മണനും തൊടുദാസു പിൻവാങ്ങിനാൻ. ജാനകി ചോരനെ കൊണ്ടൊരു നേരത്തെ വാനരനായകനാകിയ മാരുതി
തടം തന്നിൽ കുതിച്ചു വീണിടിനാൻ ആർത്തനായി വന്നു ദിശാചരനാഥനും ദക്ഷിണഹസ്തവും നോക്കി പറഞ്ഞതു രക്ഷൂവരനോട് മാരുതപുത്രനും നിർജൂരന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്നു നിനക്ക് വന്നെത്തുമാവത്തു കവികുലത്താലുടോ നിന്നെ അടിച്ചു കൊള്ളുവാൻ നിൽക്കുന്നതാരെന്നൊഴിച്ചുകൊൾ വീരനെന്നാളിൽ നീ വിക്രമമേറിയ നിന്നുടെ പുത്രനാം അക്ഷയകുമാരനെ കൊന്നതു ഞാനടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെ ഉണർന്നു ചെന്നാന് വീടേറ്റിന്നു വന്ന കവികളിൽ നല്ല നല്ലോപവാൻ നന്മ എന്തായതെന്നിൽ എനിക്കിന്നിതു കൊണ്ട് നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റാരൊരുവരും മൃത്യു വരാതെ ജീവിപ്പവനില്ലല്ലോ മൃത്യു വന്നില്ല നിനക്കതു കൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്നു വന്നും നമ്മളിത്തിരു നേരമിരുന്നും വരൂതീടണം എന്ന നേരത്തും നടിച്ചാൻ ദശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷ്ഠനും നീലൻ അന്നേരം കുതി കൊണ്ടു രാവണൻ മേലെ കരേറി കിരീടങ്ങൾ വത്തിലും വില്ലതൂന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോട് മകുടങ്ങൾ വത്തിലും ചാടിക്രമേണ നൃത്തം തുടങ്ങിനാൻ പാടിത്തുടങ്ങിനാൻ നാരദനും തഥാ പാവകാസ്ത്രം കൊണ്ട് പാവകപുത്രനെ രാവണൻ നെയ്തുടൻ തള്ളിവിട്ടിടിനാൻ തൽക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താനതു നേരം ബാണഗണത്തെ വർഷിച്ചാതിരൂപരും കാണാരൂതാതെ ചമഞ്ഞതു പോർക്കളം വില്ലു മുറിച്ചു കളഞ്ഞതു ലക്ഷ്മണൻ അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും പിന്നെ മായൻ കൊടുത്താരൊരുവേൽ സൗമിത്രി തന്നെ മാറിലമ്മാറു ചാടിയിടിനാൻ അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞും സൗമിത്രിയും ശക്തിയേറ്റ അശുവീണിടിനാൻ ആടലാൽ വീണ കുമാരനെ ചെന്നടുത്തിടുവാനാശു ഭാവിച്ചു ദശാനനൻ കൈലാസ ശൈലമെടുത്തു ദശാസ്യനും ബാലശരീരമിളക്കരുതാഞ്ഞിതു രാഘവൻ തന്നെ ഗൗരമൂർത്തി ലാഘവം പൂണ്ടിതു രാവണ വീരനും കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടിയണഞ്ഞൊന്നടിച്ചാൻ ദശാസ്യനെ ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ മാരുതി താനും കുമാരനെ തൽക്ഷണേ പുഷ്പ സമാനമെടുത്തുകൊണ്ടാതരാൽ ചിൽപുരുഷൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ മാറും വിരിഞ്ഞു ദശമുഖൻ കയ്യിലം മാറുപൂക്കും മയദത്തമാം ശക്തിയും ത്രൈലോക്യ നായകനാകിയ രാമനും പൗലത്യനോട് യുദ്ധം തുടങ്ങിയിടിനാൻ ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ ഭക്തി മുഖനോട് യുദ്ധത്തിനെന്നുടെ കണ്ഠമേറിക്കൊണ്ടു നിന്നരുളി കൊള്ളുക കൊണ്ടത എന്നിയെ കൊൽക ദശാസ്യനെ മാരുതി ചെന്നതു കെട്ടു രഘുത്തമനാരോഗ്യ കണ്ടദേശേ വിളങ്ങിനാൻ ചൊന്നാൻ ദശാനനൻ തന്നോട് രാഘവൻ നിന്നെ അടുത്തു കാണാൻ കൊതിച്ചേ തുലം ഇന്നിതാശു യോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോട് കൂടെ വന്നോനെയും കൊന്നു ജഗത്രയും ബാധിച്ചു കൊള്ളുവാൻ എന്നുടെ മുമ്പിൽ അരക്ഷണം നിൽക്കുന്നീ എന്നരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊന്നൊപ്പം ഏതാൻ ദശവക്രനും ഘോരമായി വന്നിതു കോരുമന്നേരത്തു വാരാനിധിയോ വിളകി മറിയുന്നു മാരുതി തന്നെയോ മെയ്തു മുറിച്ചതോ ശൂരനായൊരു നിശാചരനായകൻ ശ്രീരാമദേവനും കോപം മുഴുത്തതീ ധീരത കൈക്കൊണ്ടടുത്തൊരു സായകം രക്ഷോവരനുടെ പക്ഷപ്രദേശത്ത് ലക്ഷ്യമാക്കി പ്രയോഗിച്ചാനധികൃതം ആലസ്യമായതു ബാണമേറ്റം നേരം പൗലസ്യ ജാപവും വീണിതു ഭൂതലെ നക്തഞ്ജരാധിപനായ ദശാസ്യനു ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞിടിനാൻ സാരഥി തന്നെയും കൊന്നു കളഞ്ഞ വാളാരൂഢ താപേന നിന്നു ദശാസ്യനും രാമനും രാവണൻ തന്നോടരുൾ ചെയ്താനാമയം പാരം നിനക്കൊണ്ടു മാനസേ പോയാലും ഇന്നു ഭയപ്പെടാകേതുമേ നീ നീലങ്കയിൽ ചെന്നിങ്ങിരുന്നാലും ആയുധവാഹനത്തോട് ഒരുമ്പട്ടു കൊണ്ടായോധനത്തിനു നാളെ വരേണം നീ കാകുൽസ്തവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ രാഘവാസ്ത്രം തുടർന്നുണ്ടൊന്നു രാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കിയതുലം വേവതൂഗാത്രനായി മന്ദിരം പ്രാപിച്ച താപമുണ്ടായതു ചിന്തിച്ചു മേവിനാൻ മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാമർക്കാത്മജനെയും രാവണ ബാണവിതാരിതന്മാരായ പാവകപുത്രാദിവാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ
സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ രാത്രിഞ്ചരേന്ദ്രനും പ്രത്യാജനത്തോടു പേർത്തും വിദ്യാർത്ഥികളോത്തു ചൊല്ലിടിനാൻ നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും പുരുഷകാരാദിയും നഷ്ടമായി വന്നിതൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാവുതാനൂമനാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാതിയും ജമ്പാരി മുമ്പാം നിലിംബവരന്മാരും കൊമ്പോത്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോകലം പൂണ്ടു പാതിവൃത്യനിഷ്ഠയോടെ മരുകുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തൊന്നു നല്ലു ജയിച്ചു കൊള്ളുവാനോ കാലാരിതുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി 6 മാസം കഴിഞ്ഞെന്നി ഉണർന്നിടും ആരില്ല മുന്നമുറങ്ങിയിട്ടവനുമിൽ 9 നാളെ കഴിഞ്ഞതുള്ളൂ നിങ്ങൾ അമ്പോടുണർത്തതിൻ വല്ല പ്രകാരവും രാക്ഷസരാജവിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ ആനകതുന്തുവിമുഖ്യവാദ്യങ്ങളും ആനവേർക്കാലാർ കുതിരപ്പടകളും കുംഭകർണോര സേവിപ്പാനു മാത്രം ജഗൽ കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാർ കുംഭകർണ ശ്രവേണാന്തരെ പിന്നെയും കുംഭിവനന്മാരെ കൊണ്ടു നാസാരന്ത സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിയും ആനകൾ ജമ്പാരി വൈരിക്കു കമ്പമില്ലേതുമേ സമാരംഭമോടുണർന്നിത് ചോടിനാരാശരവീരരും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സമ്പൂജ്യമന്നവും കുന്നുപോലെ കണ്ടൊരിമ്പം കലർന്നെഴുന്നേറ്റിരുന്നിടിനാൻ ദ്രവ്യങ്ങളാദിയായി മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധു മൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു ഭക്തി കണ്ടാനുജൻ എങ്കിലും വൈരുകളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനത് നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി മാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലതു ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ ഗാഠമായ ആലിംഗനം ചെയ്തിരുത്തിനാരൂഢമോദം നിജ സോദരൻ തന്നെയും ചിത്തേ ധരിച്ചതിൽ ഓർക്കമീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ സോദരി തന്നെ നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകി ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ടാരാമസീന്നി കൊണ്ടെന്നു വെച്ചിടിനെ വാരുതിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിന്നു സേനയുമായി വന്നു കൊന്നാർ പ്രഹസ്താദികളെ പലരെയും എന്നെയുമേതു മുറിച്ചാൻ ചിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാനതു കാരണമല്ലൽ മുഴുത്ത് ഞാൻ നിന്നെ ഉണർത്തിനേൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നത് കേട്ട് ചൊന്നാൻ കുംഭകർണനും നന്നു എത്രയും നല്ലതേ നല്ലുകൾ നല്ലതും തീയതും താനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ല വെണ്ണം കേട്ടുകൊള്ളുകയിലും നന്നതല്ല അല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതയെ രാമന് നൽകുക എന്നിങ്ങനെ സോദരൻ ചൊന്നാൽ അതിന് കോപിച്ചു നീ ആട്ടിക്കളഞ്ഞു നന്നോർത്തുകാൻ നാട്ടിൽ നിന്നാശു വാങ്ങിയ ഗുണമൊക്കവേ നല്ല വെണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാം അതുകൊണ്ടതും കുറ്റമല്ലടോ നല്ലതൊരുത്തരാലും വരുത്താവത് അല്ലൽ വരുത്തുമാപത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥ പക്ഷവും അർത്ഥപുരുഷാരാധിഭേദങ്ങളും 4 ഉപായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പത്യം പറയുമ്പോത്തിനുണ്ടെങ്കിലോ 10 സൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ളൊരമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിന് ഇഷ്ടമെന്നാലതോ കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ടന്നുകാം ആത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ള ഒരമാത്യ ജനങ്ങളിൽ നല്ലത് കാകോളമെന്നത് ചെല്ലുവോരല്ല വിഷമുണ്ടവർക്കെന്നില്ലല്ലോ മൂഢരാമന്ത്രികൾ ചെല്ലു കേട്ടിടുകൾ നാടുമായിസം കുലവും നശിച്ചുവും നാദവേദം കേട്ട് മോഹിച്ചു ചെന്നാതി മുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ട് മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ജൻ അത്തൽ വീഴുന്ന വെളിച്ചം രസിക്കയാൽ ആഗ്രഹമൊന്നിങ്കലേറിയാൽ ആപത്തു പോക്കുവാനാവതല്ലാതെ വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും
ഞാൻ അറിഞ്ഞേനതു രാത്രിഞ്ചരാധിപ. ഇന്ദ്രിയങ്ങൾക്ക് വശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്ന് നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നു കൊണ്ടും വരാ നൂനമാപത്തുകൾ നല്ലതല്ലെന്നറിഞ്ഞിരിക്കെ പല ചൊല്ലുമൊന്നിങ്കാലൊരു തനഭിരുചി പൂർവജന്മാർച്ചിത വാസനയാലതിനാവതല്ലേതും അതിൻവശനായ വരം. എന്നാലതിങ്ങൾ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്രവിഭോഗേപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരിപ്പവൻ ഉണ്ടോ ജഗത്തിങ്കലാരാനുമോർക്ക നീ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം. ഇപ്പോൾ ഉപഗതമായി വന്നതീശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ. മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാ ജഗന്മയൻ നാരായണൻ പരൻ. സീതയാകുന്നത് യോഗമായ ദേവി ചേതസീനരി ചീടുകെന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ മന്നവ മുന്നമേ എന്തോരാഞ്ഞതം. ഞാനൊരു നാൾ വിശാലയാം യഥാസുഖം കാനനന്ദേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്ത് നാരദനെ പരിദോഷേണ കണ്ടു നമസ്കരിച്ചിടിനെ നേതൃതിക്കിൽ നിന്നാകുതനായിരുന്നു ആദരവോടരുൾ ചെയ്യുക മഹാമുനെ. എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കിൽ അന്തരം കൂടാതരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്ത് നാരദൻ എന്നോട് സാദരം ചെന്നാനുദന്തങ്ങളൊക്കവേ. രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശന വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ. ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രനദീപദുഷ്ടൻ കലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നിതെങ്ങുമിരിക്കരുതാതെ ചമഞ്ഞതു മർത്യനാലന്യെ. മൃത്യുവില്ലെന്നത് മുക്തം വിരിഞ്ചന മുന്നമേ കൽപ്പിതം. മർത്യനായി തന്നെ വരുന്ന ഭവാനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. ഇത്തമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളിച്ചേതു. പ്രത്യേകം ഞാൻ അയോധ്യയാം ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്തീഴ്വാൻ ത്രിലോകത്തിങ്കൽ. സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം ഒടുക്കുമവൻ ഇനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസേ. രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ ഇന്ദീവരതള ശ്യാമളൻ മായാ മനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാച മനസാ ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാന മാതാവിടോ. ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം സംഖ്യയില്ലാതോടുണ്ട് അവതാരങ്ങൾ. പങ്കജനേത്രനാ വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാമ്പതം ചൊല്ലുവൻ നിന്നുടെ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ. രാമാവതാര സമമല്ലതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്വജന മാമയം നൽകുന്ന സംസാര സാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തു കൊള്ളുന്നിത് സന്തതം. ശുദ്ധ തത്വത്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു. തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മാനമാത്മന കണ്ടുകൺ അച്യുതനോട് സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദയിലേക്കുന്ന തന്നോഹം. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊള്ളുകാനന്ദമൂർത്തയെ. സോദരനേവം പറഞ്ഞതു കേട്ടതി ബോധം മുഴുത്തു ദശാസനം ചൊല്ലിന. ജ്ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം. നിദ്രയെ സേവിച്ചു കൊൾക്കാൻ നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനകം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി കേതാമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമെങ്കിലാശിച്ചെന്ന് ആയോധനം ചെയ്തു രാമാധികളെ വരികനേ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടള ഉഗ്രനാം കുംഭകർണൻ നടന്നീടിന വ്യഗ്രവും കൈവിട്ടു തേരകൂത്തമൻ. നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടത്തങ്കശൈല രാജകാലമോടലറിക്കൊണ്ടതിദ്രുതമായിരം ഭാരം ഇരുമ്പുകൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയെ പൂക്കോരു നേരത്തു. വാനരവീരരെല്ലാവരും ഓടിന കുംഭകർണൻ തൻ വരവു കണ്ടാകുള സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു. വൻപുള്ള രാക്ഷസനേവൻ ഇവൻ പറകമ്പരത്തോളം ഉയരമുണ്ട് അത്ഭുതമിത്തം. രഘൂത്തമൻ ചോദിച്ചളവതേൻ ഉത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവാകുളാന്തകൻ നിദ്രാവശാനികൾ ആപത്തിൽ ആർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു നിശ്ചയ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. രാധാ വിഭീഷണൻ ഞാൻ ഭവൾ ഭക്തിമാൻ പ്രീതി പൂണ്ടെന്നിയെ നിഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവൻ എന്നു ഞാൻ ആദരാപൂർവം ആവോളം അപേക്ഷിച്ചേൻ. ഖഡ്ഗവും കൈക്കൊണ്ട് നിഗ്രഹിച്ചിടുവാൻ അഗ്രതയോടും അടുത്തതു കണ്ടു ഞാൻ.
ഭീതനായ നാലാമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ച് ചിത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തൻ കുളിർത്തു പുണർന്നാൻ അനുജനെ പിന്നെ പറഞ്ഞു തലോടി പറഞ്ഞതു പിന്നെ പുറത്തു തലോടി പറഞ്ഞതു തന്നെയല്ലോ ഭവാനില്ലെങ്കിൽ ഏതുമേ തിരിച്ചിരിക്ക പല കാലം മൂഴിയെ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിനു നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും നാരായണപ്രിയൻ എത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനകം മായാമയാം ഈ പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമുണ്ടെങ്കിൽ നീ രാമപാദാംബികെ എന്നതോ കേട്ടത് വാദ്യവും ചെയ്തത് വിനനായി ഭാഗവം വാർത്തുവാങ്ങിയിടിന രാമപാശം പ്രാപിച്ചിന്താതിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ അസ്തപാദങ്ങളെ മക്കടാവീരരെ ക്രുദ്ധനായൊക്കെ മുറിച്ചു തുടങ്ങിനാൻ പേടിച്ചെടുത്തുകൂടാഞ്ഞു കവികളും ഓടി തുടങ്ങിന നാനാധികന്ധരെ മത്തഹത്തീതിനെ പോലെ കവികളെ 100,000 കൊന്നാന രക്ഷണ മർക്കട രാജനതു കണ്ടൊരു മല കൈകൊണ്ടെറിഞ്ഞതു മാറത്തെടുത്തവൻ കുത്തിനാൻ ശൂലം എടുത്തതു കൊണ്ടത് വിസ്തൃതനായി വീണ് മോഹിച്ചതർക്കജൻ അപ്പോൾ അവനെയും ഉപ്പോടെടുത്തുകൊണ്ടുൽപ്പന്ന മോദം നടന്നു നിശാചരൻ യുദ്ധയെ ജയിച്ചു സുഗ്രീവനെയും കൊണ്ട് നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം മഹാപ്രാസാദമേറുന്ന നാരൂഢമോദം പനിനീരൻ മുഖ്യ മാലങ്ങളും കളവങ്ങളും ചൂടിന ആലസ്യമാശുദ്ധ നേരുവാനാദരാൽ മർക്കട രാജന ദേശിമോഹം വെടിഞ്ഞുത്കട മൂക്കും ചെവികളും ദന്താനകങ്ങളെ കൊണ്ടു മുറിച്ചു കണ്ടന്തിരീക്ഷേപഞ്ഞു പോനാനവിശ്രുതം ക്രോധവുമേറ്റമഭിമാന ഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടത് സന്നദ്ധനായ സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാരവാണഗണം പൊഴിച്ചീടിനാൻ 100,000 വാനരന്മാരെയും വക്രത്തിലാക്കി അടക്കുമവനുടൻ കർണനാഥാവിലത്തൂടെ പുറപ്പെട്ടു പിന്നെയും ഭാര്യ വിരുങ്ങും അവൻ തഥാ രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരൻ രാഘവൻ തന്നോടടുത്താൻ അതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ ദക്ഷിണാഹസ്തവും ശൂലവും രാഘവൻ ദക്ഷിണേ ബാണമേ ദാശു കണ്ടിക്കുക യുദ്ധാംഗനെ വീണു വനരാവൃന്ദവും രക്തഞ്ചരന്മാരും ഒത്തു മരിച്ചതു വാമഹത്തെ മഹാകാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ ഇന്ദ്രാസ്ത്രമേതു കണ്ടിച്ചാൻ അതു വീണു ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാൻ ഭക്തകോപത്തോടലറിയടുത്തതോ നക്തൻ ജരാധിപൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ 2 അമ്പുകൊണ്ടു തുംഗപാദങ്ങളും മുറിച്ചിടിനാൻ വക്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചെടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചൂരകൂത്തമൻ വൃത്താരി ദേവതമായി വിളങ്ങിയിരുന്ന അത്രമേതുത്തമാംഗത്തെയും ഖണ്ഡിച്ചു വൃത്താരി താനും തെളിഞ്ഞാനതു നേരം ഉത്തമാംഗം പുരാദ്വാരി വീണു മുറിഞ്ഞബ്ദിയിൽ വീണതു ദേഹവും അന്നേരം സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യ യക്ഷ ഭുജംഗ അക്ഷരോ വൃന്ദവും കിന്നര ചാരണ കിംപുരുഷന്മാരും പന്നക താപസദേവ സമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാപുകത്തിന പുരുഷോത്തമദ്വയം ദേവാമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമമ്പോൾ അവതരിച്ചിരുന്ന രാമം ദശരഥ നന്ദനം ഉൾപ്പല ശ്യാമളം കോമളം ബാണാദൻ ഉത്തരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യ പുരുഷ പൂർണ്ണ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദപി രാമം ആത്മാ രാമമാമോദം ആർന്നു പോയത്തു തുടങ്ങിന സീതാപതേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീനിധേ ശ്രീ പുരുഷോത്തമ ശ്രീരാമദേവദേവേശാജഗന്നാഥ നാരായണ ഗീതാധാരാ നമസ്തുതേ വിശ്വദാശി പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായ മാനുഷാകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി തത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി തത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാപ്തമായി ചിൽക്കനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുർമീലനകത്തു സൃഷ്ടിയും ചക്ഷുർമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രഗതികാലാക്കിനെ ഭക്തപ്രിയന പരമാത്മനെ നമ
യാതൊരാത്മാവിനെ കാണുന്നതെപ്പോഴേ ചേതസി താപസേന്ദ്രന്മാർ നിരാശയ തത്സ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരത്തിൽ സ്വരൂപ പ്രഭോ നിത്യം നമസ്തുതേ നിർവികാരം വിശുദ്ധജ്ഞാന രൂപണം സർവലോകാകാരം ആദ്യം നമോ നമേ തൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാ തൊൽബോധം ഉണ്ടായി വരികയും ഇല്ലല്ലോ തൽപാദപത്മങ്ങൾ കണ്ടു സെവിപ്പതിന് ഇപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും പുരുഷ പ്രഭോ നിർകൃപ വൈഭവം എപ്പോഴും എന്നുടെ വാഴ്കാരകൽപ്പതി കോപ കാമാദേശ മത്സര കാർപ്പണ്യ ലോപമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നീ മായാബലവശാൽ തൊൽക്കഥാ പീയൂഷ പാനവും ചെയ്തുകൊണ്ട് ഉൾക്കാമ്പെന്നിനെ ധ്യാനിച്ചനാരദം തൊൽപൂജയും ചെയ്ത് നാമങ്ങൾ ഉച്ചരിച്ച് ഈ പ്രപഞ്ചത്തിങ്കിലൊക്കെ നിരന്തരം നിൻചരിതങ്ങളും പാടി വിശുദ്ധനെ സഞ്ചരിപ്പാനായ നിഗ്രഹിക്കണമേ രാജരാജേന്ദ്രാര്യ കൂട നായക രാജീവലോചന രാമാരമാപതേ പാതിയും പോയതു ഭൂഭാരമിന്നു ബാധിച്ചു കുംഭകർണൻ തന്നെ കൊൽക്കയാൽ ഭോഗേന്ദ്രനാകിയ സൗമിത്രിയനാളെ മേധാനിനാഥനെ കൊല്ലുമായോധനെ പിന്നെ മറ്റൊന്നാഥ ശരീരനെ ഭവൻ കൊന്നു ജഗത്തരം രക്ഷിച്ചുകൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിൽ നിന്ന് പോകുന്നു മാനവ വീര ജയിക്കാൻ പറഞ്ഞു വടങ്ങി തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോട് അനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാൻ അന്നേരം കുംഭകർണൻ മരിച്ചൊരു പുനരുടൻ മോഹവും തീർന്ന മുഹൂർത്തമാത്രം കൊണ്ട് പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായൊരു ദശകീവനെ കഥ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസും ഉന്നതനായൊരധികായക വീരനും ദേവാന്തകനും നരാന്തകനും ഭൂദേവം മഹോദരനും മഹാപാർശനം മത്തമനുത്തമനും ഒരുമിച്ചതീ ശക്തിയേറും നിശാകര വീരന്മാർ 8 പേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാൻ ദുഃഖിപ്പതിനെന്ത് കാരണം ഞങ്ങൾ ചെന്നൊക്കെ വിരിപ്പുക്കളെ കൊന്നുവരാമല്ലോ യുദ്ധത്തിനായ ചീടികൾ ഞങ്ങളെ ശത്രുക്കളിൽ ഒരു പീഡയുണ്ടായി വരാം എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചൊന്നാൻ ദശാനനൻ കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുമുണ്ടത് കൊണ്ടു പൊയ്ക്കൊള്ളുവിനെല്ലാവരും ആയുധവാഹൻ ഭൂഷണജാലവും ആവോളം കൊടുത്താൻ ദശകന്ധരൻ വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരെ എൺപരും പുറപ്പെട്ടു ചെന്നതു കണ്ടള ൂക്കോടടുത്തു കവിപ്രവരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട കടൽ പോലെ പറന്നത് കണ്ടള അന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരമന്തര വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ട് ചൊല്ലുന്ന വീരന്മാരോട് നിശാചരൻ കൊല്ലുന്നിദാസു കവിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂഹീഷണാന്തരെ വാരണവാജീരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായുധു പലതായി ഒഴിക്കുന്നതും അന്തമില്ലാതെ കവന്തങ്ങളും പലരന്തികെ നൃത്തമാടി തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതിൽ രൂക്ഷതയോടും അടുത്തൻ നിരാന്തകൻ കുന്തവും വേണ്ടി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാൽ അടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ ദേവാന്തകനും ഭരിക്കവുമായി വന്ന ദേവേന്ദ്രപുത്ര തനയനോടേറ്റിതു വാരണമേറി മഹോദര വീരനും തേരിലേറി ത്രിശിരസും മണഞ്ഞിതു മൂവരോടും പോരുതീടിനാൻ അങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാൻ അന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും കണ്ടി വന്നാശു തുണച്ചാനതു നേരം മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും സൂരനാഥൻ ത്രിശിരസിൻതലകളെ മാരുതി പൊട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ വന്നു പൊരുതാൻ മഹാപാർശനം നേരം കൊന്നു കളഞ്ഞാൻ വൃഷഭൻ മഹാബലൻ മത്തമനുത്തമനും മരിച്ചാൽ കവി സത്തമന്മാരോടതിർത്തിതു സത്വരം വിഷേക വീരൻ അതികായകൻ അന്നേരം വർഷങ്ങളായിരം കൂട്ടിയെത്തേത് തേരതിൽ ശാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ചസ്ത്രസ്ഥനധ്യർത്ഥം മുദ്യത ചിത്തനായി യുദ്ധത്തിനായി ചെറുഞാണനിയും നക്തഞ്ചര ശ്രേഷ്ഠ പുത്രനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിന സാമർഥ്യമേറെയുള്ളൊരധികായകനെ സൗമിത്രി ചെന്നു ചേർത്താൻ അതു നേരം ലക്ഷ്മണബാണങ്ങൾ ചെന്നടുക്കും വിധോ തൽക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീണുപോകും ചിന്ത മുഴുത്തേതും മാവതല്ലാനേറ്റം മന്ദനായി
സൗമിത്രി നിൽക്കുന്ന നേരം മാരുതദേവനും മനുഷ്യനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിയിടിനാൻ. പണ്ടു ഗിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകമുണ്ടതു കൊണ്ടിവൻ ഏൽക്കിയില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമെയ്ത് ജീവൻ തന്നെ വധിക്കാൻ നിന്നിൻ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത് ഉന്നതനായ ദശാസനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയും രാഘവനെന്നു പറഞ്ഞു. മറഞ്ഞു സമീരണൻ ലക്ഷ്മണൻ ഇതപൂർവജൻ തൻ പദമുക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു. പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ടം മുറിച്ചാൻ അതു നേരം ഭൂമോ പരിച്ചോരധികായമസ്തക ആമോദം ഉൾക്കൊണ്ടടുത്തതു കവികുലം രാമാന്തികെ വച്ചു കൈ തൊഴുതീടിനാമയം കൊണ്ട് ശേഷിച്ച രക്ഷകണം രാവനോട് അറിയിച്ച അവസ്ഥകൾ കാവിധി എന്നലറി ദശകണ്ഠനം. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചീടനാരേറ്റവും വരന്തിനി മറ്റെന്തിനി നല്ലതോ ശങ്കര ദൈവമേ ഇതം വിലാവിട്ട് നേരത്ത് ചെന്ന് ഇന്ദ്രജിത്ത് നമസ്കരിച്ചീടിനൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസെ താതനോ ഞാനിക ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും ഇരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നതു കേട്ടു തനയനെയും പുണർന്ന് നന്നേ സുഖമേ ജയിച്ചു വരിക നീ. കൽപ്പനാം പുത്രനും കുമ്പിട്ടു താതനെ തൻ കടയോട് നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ചെമ്പാരിജിത്തും നികുലം വില പൂക്കുതു സംഭാരജാലവും സംഭാവ്യ ഹോമം ആരംഭിച്ചതന്നേരം രക്തമാല്യാംബര ഗന്ധാനുലേപന യുക്തനായി തത്ര ഗുരുപദേശാനിതം ഭക്തി പൂണ്ടു ജ്വലിപ്പിച്ച അഗ്നിദേവനെ ശക്തി തനിക്ക് വർദ്ധിച്ചു വരുവാനായി നക്തഞ്ചരാധിപുത്രനും അത്രയും സ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത് ചിത്രഭാനുപ്രസാദത്താൽ അധികൃതം ശസ്ത്രാസ്ത്ര ചാവരാദികളോടും അന്തർദാന വിദ്യയും ലബ്ധ നിരാകുലം ഹോമ സമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായാസരൻ പോർക്കളം കൂക്കൊരു നേരം കവികളെ രാക്ഷസരെ ചെറുക്ക അടുത്തു നിന്നിടിനാൽ മേഘജാലം വർഷിക്കുന്നത് പോലെ മേഘനാഥൻ തൂകിത്തുടങ്ങിനാൽ പാഷാണ പർവ്വത വൃഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാൽ വാരണവാജി പദാതിരഥികളും അന്തകന്തൻ പുരിയിൽ ചെന്നു പൂക്ക കന്തം വരുന്നതു കണ്ടൊരു രാവിണി സന്താപമോട് അന്തർദാനവും ചെയ്തത് സന്തതം തൂക്കിനാൽ ബ്രഹ്മാസ്ത്ര സഞ്ജയം വൃക്ഷങ്ങൾ കൊണ്ടു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാൽ വൻപരാമർക്കടന്മാരും മെയ്യിൽ വന്ന 50, 100, 200, 500 അമ്പുകൾ കൊണ്ടു പുറന്നു ദുരിതരെ കമ്പം കലർന്നു മോഹിച്ച് വീണിടിനാർ 50 ബാണം വിവിധനം ഏറ്റു പുനരമ്പതു മൈതനും 5 ജഗന്മേലും 90 ബാണം നളനും തറച്ചത് വണ്ണമേറ്റു ഗന്ധമാദനൻ മെയിലും ഈരമ്പതേറ്റതു നീലനും 30 നീരഞ്ച് ബാണങ്ങൾ ജാമ്പവൻ മെയിലും 6 പനസനും 7 ദിനിത നീ6 സുഷേണനുമൊട്ടു കുമുദനും 4 ബാണം വൃഷഭനും കേസരി അമ്മാറും 50 കൂടെ വന്നിതേറ്റതു 10 ശതബലിക്ക് 50 ധ്രുവനും 10 മുരട്ടും പ്രമാദിക്കുമേറ്റതു 10 25 ശക്തിയേറും വേഗദർശി അതുപോലെ 40 കൊണ്ട് ദതിമുഖന്മയിലും 42 ഗവാക്ഷനുമേറ്റതു 3 ഗവയനും 5 ശരവനും 3 4 സുമുഖനും ദുർമുഖനേറ്റതു 24 അമ്പു സമ്മാനമായ 65 ധാരനും ജ്യോതിർമുഖനും 60 പുനര രാതങ്കമോടൻ 80 അഗ്നിവദനനും അങ്കദന്മേൽ 75 കൊണ്ടിതു തുങ്കനാം സുഗ്രീവനേറ്റു സരസതം ഹിതം കവികുല നായകന്മാരും 67 കോടിയും വീണു ഭൂതലെ മർക്കടന്മാർ 21 വെള്ളം
വെള്ളവും മർക്കതനയന് വീണാരനന്തരം ആവതില്ലാതും ഇതൊന്നു നമുക്കൊന്നു ദേവദേവൻ ദേവദേവന്മാരും അന്യോന്യം അന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേരുഷ രാഘവന്മാരെയും എഴുതു വീട്ടിനാൻ മേഘനാഥൻ മകവീര്യദാതരൻ വിഷണ്ണമായി നിശ്ചലമായതും ലോകവും കൗണപാരീശജയത്തിനായി ലാകണ്ഡലാരിയും ശങ്കനാഥൻ ചെയ്തു വേഗാലങ്കയിൽ പൂക്കിരി നീടിനാൻ. സമൂഹവും വിഭീഷണൻ ഭാഗവോത്തമൻ ഭക്തപാരായണൻ നോക്കുവൻ വിവേകിലാപത്തു ഞാനും നോക്കൂ ഓർക്കളം കൈവിട്ടു വാങ്ങി നീങ്ങുന്ന ഒള്ളിയും മിന്നിക്കുളിക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോട്ട് നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിയ അനാത്മീയരം വായുപുത്രനവും നേരം ആരീരമുള്ളതൊരു സഹായത്തിന് നാരായക വേണമെന്നോട്ടവനും തഥാ സാന്യാമങ്ങൾ കെടുക്കുന്നവരിലോർന്നു നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണെ കണ്ടു. തമ്മിൽ അന്യോന്യമറിഞ്ഞു സഞ്ചരിന്മാർത്തിൻ്റെയും സ്വാദോജ സംഭവാനന്ദം ജാമ്പുവാൻ കാലം കൊണ്ട് മോഹം തീർന്നു. കണ്ണമിഴിപ്പാനു താഞ്ഞിരിക്കുമ്പോൾ തന്നെ വിഭീഷണൻ ചോദിച്ചു നിങ്ങളുടെ ജീവനുണ്ടോ കവികുങ്കുവാൻ നന്നായിരുന്നെങ്കിൽ നീ എന്നറിഞ്ഞത് കണ്ണോ മിഴിച്ചുകൂടാ രുചിരം കൊണ്ടോ നിങ്ങളുടെ വാക്കിൽ കേട്ടുരാജൻ വിഭീഷണനെന്നതും സാക്ഷാൽ പരമാർത്ഥമെന്നോട് ചൊല്ലുക. സത്യം വിഭീഷണായ ഭൂതനോ സത്യമതേ പുനരെന്നത് കേട്ടവൻ ശരാദീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവനേക്കുമേകയാൽ മേഘനാഥസ്ഥനോട് മരിച്ചാറു ശാഖാമാരിൽ ജീവനടിയെ പ്രയങ്ങാതെല്ലാം ചോദിച്ചു വിഭീഷണോ പാതാത്മജൻ വാർത്തനകരുണ്ടായതും രാമസൗമിത്ര സുഗ്രീവാംബാലിക രാമ അവിടെ ഇരുന്നും ശരിച്ചു ചോദിച്ചതിലോ സമരീണപുത്രനെ ബോധിച്ചതെല്ലാവരും എങ്കിലോ കേട്ടത് മാറിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മാറുകപുത്രൻ മരിച്ചെന്നാലും മറ്റാർക്കും ഇല്ലാതെ മരിച്ചെങ്കിൽ തൂക്കി സാരസംഭവ പുത്രവാക്യം കേട്ട് മാറുകയും ബഹുമാനിച്ച കാരണം ഞാനതില്ലോ മരിച്ചില്ലേൻ അവൻ താലേക്ക ലാമോദം ഉൾക്കൊണ്ട് വീട് ഉണങ്ങിനാൻ ലാടം ഈശ്വവും ചെയ്ത് ജാമ്പുവാനും കൂടത്തിലേൽ മുഖർമുടൽ നേടിനാൻ മേഘനാഥസ്ത്രങ്ങളെ കുമരിച്ചു ശാഖം പിന്നു നമ്മുടെ രാഘവന്മാരെയും ആകുന്നവരാരും കതിയെന്നെയും പോക വേണം നീ ഹിമാനെയും കടന്നാ കുലമറ്റു കൈലാസശൈലോത്തരം കൈലാസ സന്നിധിയിലങ്കി വൃക്ഷപാത്തിൽ 7 ദിവ്യ ഔഷധങ്ങളിൽ നിങ്ങളറിയനി 4 ദിവ്യ ഔഷധങ്ങൾ 4 നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശുദ്ധകരണി എന്നോട് തുമ്പു സന്താനത്തേടി 3-ാമതും നല്ല സുവർണകരണിയിൽ 4-ാമതും ചൊല്ലുവാൻ ഞാൻ സഞ്ജീവനി ചെയ്യും. 2 സിംഹങ്ങളെ 2 കാണാമോ 2-നും മധ്യേ ബന്ധുകൾ നിൽപ്പതും ആദിത്യനോളം 4-നും വേദരൂപങ്ങൾ മുറിയുകയും വാരാൻവിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുരതികളും രാജ്യങ്ങളും കടന്നാറാൽ മരുന്നുകളും കൊണ്ട് മാരുതാനന്ദന ഭോഗനി വൈകാതെ ചിത്തം വിസ്തുത പപ്പുകൾ കേട്ടവൻ ബുദ്ധാഗുരു മഹേന്ദ്ര മേരുവിനോളം വളർന്നു ജമഞ്ഞവൻ വാരാൻവിധിയും കലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും ശങ്കരായുധം കരുത്തോട് ചേർന്ന് വായുവേഗന കുതിച്ചുയർന്നമ്പരെ പോയവൻ നിഹാരശൈലവും പിന്നിട്ടു. വൈരിഞ്ച മണ്ഡവും ശങ്കരശൈലവും നേരെ ധരാതിനിയും മളകാപുരം മേലുഗിരിയും വൃക്ഷാഭീതിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിരുന്നാൽ മാരുതാനന്ദ നൗഷത്തിനു മാരുതവേഗന പോയിരുന്നറിഞ്ഞു. ചാർവന്മാർ ഈശാചാരാധീശനും ചാരുമറിയാതെ നിന്നു ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രാത്രീന്ദ്രാധിപൻ പാരം വികാരം കലർന്നു പിന്നാൻ ചിന്താവശനായ മുഹൂർത്ത പൂർണ്ണവ അന്തർഗ്രഹത്തിങ്കിൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രീന്ദ്രാധിപൻ താനും കാലനേകിശം
പ്രാപിച്ചളോരി നിശ്ചയം കൊണ്ടുവാൻ നാപൂർണ്ണം മോദം ഗുരു സകൃതനായി അർഘാദികൾക്ക് പൂജിയോദിച്ച നർക്കോദയം വരും മുമ്പേ രഘുതരാം ഇന്നുള്ള ഒരു ആനന്ദൊരു കാരണം ഇങ്ങനെ മറ്റു ഉള്ള കമ്പനി കൂടാതെ ദുഃഖ നിവിടനാകിയ രാവണ നക്കാല ജീവിതമന്നോടറിയാൻ രാവണനക്കാല ജീവിതത്തോട് ചൊല്ലിനാൻ ഇക്കാല വൈഭവമെല്ലാവര ഒക്കെ നിന്നോട് ചൊല്ലുവാനത്ര വന്നത് ശക്തിമാനാക്കിയ ലക്ഷ്മണനിലൂടെ ശക്തിയേറ്റവും വിടാൻ മുതൽ പിന്നെ ശ്രമിച്ചവും അമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്റെ വീട്ടിലാൻ എണ്ണിപ്പറയവും മടിപ്പിച്ചതാത്മൻ ഇന്നു ജീവിച്ചുകൊള്ളുവാൻ മാറുക അനന്തനാനവസരത്തിലോ പോയിടുന്ന ചെന്നുവിഘ്നം വെളുത്തേണമെങ്കിൽ മതിയെന്നുനി മുന്നൂറ് പായവും ചൊല്ലാമതിയും താപസനായി ചെന്നു മാർഗമധ്യേ പാപവിനാശനായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളമ്പണം വല്ലവടക്കിനും നീ വെളുത്തിയിടണം താമസവാക്കുകൾ കേട്ട നേരം കാലനെ മുഴുവൻ രാവണൻ പെട്രോൾ ചൊല്ലിനാൻ സാമവേദത്തെ സർവജ്ഞീശ്വര സാമമനുടെ വാക്കു കേൾക്കണമെങ്കിൽ നിന്നെക്കുറിച്ചു മരിക്കുന്നതിനാക്കള നിന്നുള്ളിലേലും മടിയില്ല വിഷയം മാറിജനക്കണക്കെ ഭരിപ്പാൻ മനതാരി വ്യക്തിയും ഇല്ലാതൊരു ചഞ്ചലം മക്കളും തമ്മിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും മറ്റും ഒക്കെ ഭരിച്ചു നീ ജീവിച്ചിരുന്നു ദുഃഖമൊഴിഞ്ഞും എന്തൊരു ഫലമുള്ളതും എന്തു രാജ്യം കൊണ്ടും പിന്നെ ഇവരുകളും എന്തു ബലം തവ ജാനകിയെ കൊണ്ടും ഹന്ത ജടാൽക്കമായ ദേഹം കൊണ്ടും എന്തു ബലം തവ ചിന്തിച്ചു കാണുകളോ സീതയെ രാമനോ കൊടുത്തുള്ളി സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക കാനനം തന്നിൽ നിവേഷവും കൊണ്ട് മാനസ ശ്രുതിയോടുകൂടി നിത്യവും പ്രത്യക്ഷസ്ഥായ സുഖനിതായ ശരീരയോകളും സന്ധ്യാ നമസ്കാരവും ശിഖരമേ അന്യേ സുവാസനം പ്രാപിച്ചിട്ടുമായി സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനെ കണ്ടു കണ്ടാത്മനാത്മന സന്മോദയം കൊണ്ട് സർവ്വലോകങ്ങളും സ്ഥാവരജംഗമാദികളായുള്ള ദേവദിജ്ഞൻ മനുഷ്യാദി ഹിന്ദുക്കളും ദേഹം ബുദ്ധി ക്രിയാത്മകളും വിട്ടിനാം ദേവി സർവത്തിനും ആധാരമെന്നതും ആബ്രഹ്മസ്തംഭ പരന്യമായെന്നുണ്ട് താൽപര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതിയെ ചെല്ലപ്പെടും സദ്ഗുരുവുമായെന്നും പറഞ്ഞുകൊണ്ട് ഇക്കണ്ട ലോക അനേകത സ്വർഗസ്ഥിതി വിനാശങ്ങൾക്ക് കാരണം ലോഹിതശേലക്ഷ്ണാദിമയങ്ങളാം ദേഹങ്ങളെയുമായ പുത്രഗണം കാമക്രോധാദികളെല്ലാം കുട്ടികളും കൃഷ്ണാംസാദികളെ പോലെ തൻ്റെ ഗുണങ്ങളെ കൊണ്ടുപോയി തൻ്റെ വശത്താർക്കും ആത്മാവിനോടും കാർത്യത പ്രോക്തകൃത്യ മുഖ്യഗണങ്ങളെ നിത്യമാത്മാവാകും തങ്ങളെ ആരോപണം ചെയ്ത് തൻ്റെ വശത്താക്കി നേരെ നിരന്തരം പേടിച്ചുകൊള്ളും ശുദ്ധനാത്മാ പരമേകനോട് ശക്തനായ ഒന്ന് കുറഞ്ഞു കാണുന്നു തങ്ങളുടെ ആത്മാവിനെ ചെയ്യാൻ നടത്തും തമ്പകം മായാഗുണ വിമോഹത്തിനാൽ ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിനകനായാൽ നിർവഹിക്കുന്നതിനാൽ കാണുന്നതാത്മാവിനെ സ്പഷ്ടമായി സദാ വേടുന്നതെല്ലാമാവനും ഒന്നുകൂട ദൃഷ്ടി പ്രകൃതി ഗുണങ്ങളോട് ആശുര വേർപ്പെട്ടു ജീവമുക്തനായി വരുന്നേയും നിയവും സദാത്മനും വിചാരിച്ച മായാഗുണങ്ങളിൽ വിമുക്തനായി ആദ്യപ്രകൃതി വിമുക്തൻ ആത്മാവേ ജ്ഞാത്വാ നിരസ്താസ്യ ജീവകാമനായി ജ്ഞാനനിരതനായി വാഴുവെന്നാൽ ഒരു മാനന്ദമേതും വികല്പമില്ലോർക്കുമീ ധ്യാനിപ്പതും സമർത്ഥനമില്ലെങ്കിലോ മാനസേ ഭാവനേ ഭക്തി പരവശേ നിത്യം സഗുണനാം ദേവനേ ആശ്രയിച്ച ശുദ്ധ സ്വബുദ്ധ നിരന്തരം കൽപ്പൽപ്പകർണികാമേറ്റ സ്വർണ്ണ പീഡോൽഫലെ രത്നഗണാഞ്ജിതേ നിർമ്മലേ കൃഷ്ണേ വിദുതരേ സീതയാം സാധികം ലക്ഷ്മണസേവിതം പാണ്ഡ ധനുർധരം വീരാസനസ്ഥം വിശാലവിലോചന ഐരാവതിക്കുലം പീതാംബരസുഖം ആരകിരീട
കേയൂരാംഗധാങ്കുലിയോട് കടിസൂത്ര കൗസ്തുഭ സാരസമാല്യ വനമാലികാതരം ശ്രീവത്സവർഷ സംഗ്രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദിസ്ഥിതം സർവേശ്വരം പരം സർവാം വന്ധ്യം ശരണാഗതവത്സലം ഭക്യാപര ബ്രഹ്മയുക്തനായി ധ്യാനിക്ക് മുക്തനായി വന്നുകൂടും ഭവാൻ നിർഭയം തച്ചരിത്രം കേട്ടുകയും കൊൽകയും ക്ഷയിച്ചും രാമരാമൻ സന്തതം ഇങ്ങനെ കാലം കഴിച്ചുള്ളുകൊള്ളുവെന്നായി എന്നാലിങ്ങനെ ജന്മങ്ങളിൽ ഉണ്ടാകുന്നു ജന്മജന്മാന്തരത്തിലുള്ളു ഉള്ളൊരു കൽപശമുക്തി നദിച്ചുവും നിശ്ചയം വരും സംയുക്തനായി ശ്രീരാമദേവനി തന്നെ ഭജിക്കനി ദേവം പരിപൂർണമേകം സദാ ഹൃദി പാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാദിഹീനം പുരാണം ശിവ രാമമേവം ഭജിച്ചിരൂണി സന്തതം രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാം രാക്ഷനായ വാളുമായി കഴിക്കുന്നു ശരിപ്പതിൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചുകൊള്ളാം ഒരു കാലാന്വേഷണ ദാചരമെല്ലാം വിചാരിച്ചു രാക്ഷസരാജ ദുഷ്ടാത്മൻ മതി രൂക്ഷതാഭാവാമി ദേവം ഫലം നിന്നുടെ ശാസനം ഞാനെനിക്കപ്പൻ എന്നുടെ സൽഗതി എന്നോട് ധരിക്കനി സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്യ സമുദ്യത്തനായേ മതിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി ഭാഷേ ഭുഷൻ ചെന്നിരുന്നാൻ മുനീവേഷമായി തൽക്ഷണെ കാണായിദാസനം മായാവിരേചിതൻ നാനാമുനീജന സേവിതമായതും ശിഷ്യജന പരിചാരക സമീപ വിശ്വാശ്രമം കണ്ടു വായുതനീയൻ ചിന്തിച്ചു നിന്നാൻ അവിടെയൊരാശ്രമം എന്തു മൂലം കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രശൻ ഗോരികയോ കേവലം ഓർക്കണമെന്നല്ലി നാനാപ്രകാരവും താമസനെ കണ്ടു പാനീയപാനവും ചെയ്തുദാഹം തീർത്തു കാണാൻ മഹാശതം നിൽക്കും അത്യുന്നതം ദ്രോണാചലം അനുഗ്രഹ ഇത്തം നിരൂപിച്ചൊരു യോജനായതും വിസ്താരം മാനമയാശ്രമാശ്രമം രംഗാർജുനേരാമാതിരി സമ്പൂർണ്ണമധ്യക്ഷോയാവാദീയുധം കാലനേമിത്രിയാമാചരണം തത്ര ശാലയിലിത്യുക്ത സദസ്യാരികളോട് ഇന്ദ്രയാഗം കൃതമാറുനശിച്ചു ചന്ദ്രചൂടപ്രസാദം വരുത്തിയതുവർ ഭക്യാശിവ പൂജയും ചെയ്തു വാഴുന്ന നത്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയും ഇങ്ങനെ ചൊല്ലിനാൻ രാമദൂതോഹം ഹനുമാനി ദീപമ നാമം പവനജനജ്ഞാനാനന്ദനൻ അഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്കു സാമോദനൂതപോന്തി ദേഹരക്ഷാർത്ഥാമിവിടേക്കു വന്നിതു ദാഹം പുറാഞ്ഞു തന്നീർ കുടിച്ചിടുവാൻ എങ്ങു ജലസ്ഥലം എന്നൊരു ചെയ്യണം എങ്ങുമേ പാർക്കലൂരെന്നാൻ മനോഗതം മാരുതി ചെന്നതു കേട്ടു നിശാചരം കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൽ മായാകമണ്ഡലസ്ഥലം ജല പാമയം തിരുവം കുടിച്ചിടുക പക്വാഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു ഉറങ്ങുക ഇരും പരിഭ്രമിക്കേണ്ട ഭവാനി ഭൂതവും ഭാവിയും നേരിൽ ഭരിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിരു സുവ്യക്തമായതു കൊണ്ടുപോയിടിനാൻ വാനരന്മാരും സുമിത്രാധനേയനും മാനവ വീരവീക്ഷിതരാകയാ മോഹവും തീർന്നിടും നെറ്റിയിലെല്ലാവരും മാഹവത്തിനൊരുമിച്ചു നീടിനാൻ സമാകാരണ്യനാൻ കഴിയുന്നു എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ പാരം പെരുകുമേ ദേഹ ദാഹമതുകൊണ്ടു പുരാകമണ്ഡലു സുസ്ഥിതമാഞ്ജല വായു തനയനവയം ചൊന്ന നേരത്ത് മയാവിരചിതനായവരൂപിനെ ത്വയാകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു ഭൂയോ മുദാകാലനേമിയും ചൊല്ലിനാൻ എത്ര നിമീലനം ചെയ്തു പാനീയവും വിദ്വാമമാന്തികം പ്രാപിക്ക സത്വരം
എന്നാൽ നിനക്ക് ഔഷധം കണ്ടുകിട്ടുവാൻ ഇന്ന് നല്ലൊരു മന്ത്രോപദേശം ചെയ്യുവാൻ എന്നൊരു കേട്ടു വിശ്വാസേന മാരുതി. ഈ ചെന്നാനയച്ച ദൂതിനോടെന്താ കണ്ണുമടച്ചു പാതീതനം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ വന്നു ഭയങ്കരിയായ മകേരിയും ഉന്നതനായ മഹാകവിവീരനി തിന്നുകളവാട്ട് കണ്ണു മിഴിച്ചു കമിതം പത്രം പിളർന്നു കണ്ടൊരു മകേരിയെ അസ്ത്രം കൊണ്ടു പിളർന്നാൻ കവിവരൻ ദേഹമുപേക്ഷിച്ചു മിന്നൽ പോലെ പരത്തേകുലം ദിവ്യ വിമാന ദേശീയ കണ്ടിതം നേരം ദിവ്യരൂപത്തോട് നാരീമണീയം ശ്രീമണീവതാഞ്ജലവും എന്നാണിതോ നിന്നുടെ കാരുണ്യമുണ്ടാകയാലെനിക്കുന്നു വന്നു ശാപമോക്ഷവും കവീവര ഉണ്ടമലപ്സര ശ്രീരാമി തന്നുടെ ശാപേന രാക്ഷസീയായതും ധന്യമാലിദീപേ നാമ മഹാമതേയമായി മാനിനാം നീ എന്നു ധരിക്കണം അത്ര പുണ്യാശ്രമേ നീകണ്ഠദാസൻ അത്തഞ്ചുരൻ കാലനേമി മഹാകരൻ രാവണ പ്രേരിതനായി വന്നിരുന്നവൻ പാവക മാർഗവിഘ്നം വരുത്തിയിടുക താപസാവേഷം ധരിച്ചിരിക്കുന്നിരു താപസ ദേവാദേവാദിഹിംസകൻ ദുഷ്ടനെ വേഗം വരിച്ചുക പുഷ്പമോദം ദ്രോണ പർവ്വതം പ്രാപിച്ചു ദിവംശങ്ങളും ശേഷമുടുക്കുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനര വീണാകുശലം ഭവിക്കതേ പോയാടി വണ്ണം പറഞ്ഞവൾ മയാവിയാൻ കാലനിമിതം നന്ദി ചെന്നാനവനോടുനാനനുസൂരനും വന്നീടുവാനിത്ര വൈകിയതെന്തോ കാലങ്ങളെ യാദേവരീകനീ മൂലമന്ത്രോപദേശം ദൈവാനാശുന ദക്ഷിണയും തന്നെ അഭിവാദ്യവും ചെയ്തു ദക്ഷനായി വന്നോടും ഭവാൻ നിന്നെ ദക്ഷണയും മുക്തിയും ബദ്ധ്വാദാകരം ദക്ഷപ്രരോത്തമാംഗീകരീവരെ ഒന്നടിച്ചാനതു കൊണ്ടനന്തത ചെന്നു കൂട്ടിനാൻ ധർമ്മദാചാര്യം ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധവും ഔഷധാവാസാഭിഷാപാദ്രിയും കണ്ടൗഷധമെന്നുമേ കണ്ടതുമില്ലല്ലോ കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പരിചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നമ്പോൾ രാഘവ മുമ്പിൽ വെച്ചിണ്ടൽ തീട്ടിയിടിനാൻ വൻപടയ്ക്കം നേരം കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്ത് ദോഷം മകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നം ഇരുന്ന വണ്ണം തന്നെയാക്കേണം ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം അല്ല അരികിലെങ്ങനെ രാത്രിഞ്ചരഫലം കൊല്ലുന്നിരെന്നരുൾ ചെയ്തോരനന്തരം കുന്നൂമെടുത്തുയർന്നാൻ കവിപുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ട് പിന്നെയും ബുദ്ധേ മരിച്ച നിരാചരന്മാരുടെ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസൻ വാരാനിധിയിൽ ഇട്ടിടിനാരെന്നത് കാരണം ജീവിച്ചതില്ല രക്ഷോഗണം രാഘവന്മാരും മഹാകവി വീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധവും മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും തഥാൻ നിൽക്കരുതാരും പുരത്തിനി വാനരൊക്കെ കടക്ക മുറിക്കാമതിലുകൾ വൈക്ക ഗ്രഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതെരുതരെ പൂവതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരധാരാവധി നിരത്തിയിടുക ഇക്കതുമൊക്കെ ഒടുങ്ങി നിശാചരൽ ഉൾക്കരുത്തുള്ള വരുന്നുണ്ടെങ്കിലോ വെന്തു പൊറാഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാമനുക്ഷണം എന്നതു കേട്ടവർക്കുള്ളിയും കൈകൊണ്ട് ചെന്നു തെരുതരെ വെച്ചു തുടങ്ങിനാൻ പ്രാസാദ ഗോപുര ഹർമ്യഗേഹങ്ങളും കാശീസകാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും മായാതനങ്ങളും മച്ചനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തു വീണിയിടുന്നു സ്വർഗലോകത്തോളം എത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാനാകുലം മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോറ് ലങ്കാപുരം ഭൂതിയായി വന്നിത് രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിഞ്ഞിപ്പാനും ആർത്തി മുഴുത്തു തെരുതെരി ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂട്ടുമൂട്ടുള്ള ശരങ്ങൾ പൊഴിക്കുകയും
ഗോത്രാരിജിത്തു ജയിച്ചതും എത്രയും പാർത്തോളം അത്ഭുതമെന്നു പറയുകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുജ്യാനാദഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങിയും മുഴങ്ങിച്ചമഞ്ഞത് ചിന്ത മുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകുന്നു ചൊല്ലിനാൻ തമ്പിയായുള്ള നികുംബനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ കുംഭനും താനും പ്രജങ്കനും എത്രയും വമ്പുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വമ്പടയോടു പുറപ്പെട്ടു ചെന്നളവിംബം കലർന്നെടുത്താൻ കവിവീരനും രാത്രിയിലാത്തങ്ങടുത്തു ഒരു രാത്രിഞ്ചരന്മാർ തെരുതിരചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു രാത്രിയിൽ വീഴുകയും ഏറ്റു പിടിച്ചു മടിച്ചു പിടിച്ചു അങ്ങേറ്റം കടിച്ചു പൊടിച്ചു പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോക എന്ന് ചൊല്ലിയെടുക്കുകയും വാനര രാക്ഷസന്മാർ പൊരുത അഭിമാനം നടിച്ചും ത്യജിച്ചും കളേവനം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലാപുരി കുക്കിതേറ്റ രക്ഷോഗണം കമ്പനൻ വമ്പോട് അടുത്താനതു നേരം അമ്പുകളുടെ ഏറ്റം അകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടതാ ജമ്പാരി നന്ദനപുത്രനും കോപിച്ച് കമ്പനൻ തന്നെ വരിച്ചോരനന്തരം പിമ്പേ അടുത്താൻ പ്രജങ്കനും യൂപാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചെടുത്താരതു നേരം അങ്കദൻ കൗണവന്മാർ മൂവരോടും ഒരു അതിക്ഷീണനായി വന്നിതു ബാലീതനയനും മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം കൊന്നാൻ പ്രജങ്കനെ താരേയനും അതാ പിന്നയമണ്ണം വിവിധൻ മഹാബലൻ കൊന്നിത ശോണിത നേത്രനെയും അതാ മൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ നക്തഞ്ചരവരന്മാർ അവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭൻ അണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ വമ്പരമ്പാനരന്മാരൊക്കെ മണ്ടിനാൻ സുഗ്രീവനും തേരിലന്മാരു ചാടി വീണുഗ്രതയോടവൻ കളഞ്ഞിടിനാൻ മുഷ്ടിയുദ്ധം ചെയ്ത നേരത്ത് കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ദിയിൽ വാരാനിരിയും കലക്കി മറിഞ്ഞതി ഘോരനൻ കുംഭൻ കരേറി വന്നിടിനാൻ സൂര്യാത്മജൻ അത് കണ്ടു കോപിച്ച് സൂര്യാത്മാജലയത്തിനയച്ചിടിനാൻ സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംബൻ പരികവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജിരെ സിംഹനാദം ചെയ്തെടുത്താൻ അതു നേരം സുഗ്രീവനെ പിന്നിലിട്ട് പാതാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംബനെ തക്ഷണേ മാരുതി മാറിയിലടിച്ചാൻ നികുംബനും പാലിൽ നുറുങ്ങി വീണു മുതൽ പരികവും ഉത്തമാംഗത്തെ പരിച്ചെറിഞ്ഞാൻ അധികൃതനായൊരു ജഗൽ പ്രാണപുത്രനും പേടിച്ചു മണ്ടിനാൽ ശേഷിച്ച രാക്ഷസൻ കൂടെ അടുത്താൻ കവിവീരനും ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്ന് ലങ്കേശനോടറിയിച്ചോരവസ്ഥകൾ. രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ. കുംഭാദികൾ മരിച്ചത് ദുരന്തം കേട്ട് ജമ്പാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ. പിന്നെ ഗരാത്മജനാം മകരാശസിനോടങ്ങ് പിന്നെ കോപേന ചെന്നാൽ ദശാധനം ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുവൈ എന്ന നേരം മകരാശനും തന്നെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടുമടുത്തു രണാങ്കണെ പന്നകതുല്യകങ്ങളായ സ്ഥലങ്ങളെ പത്നീലാകാരന്മാരായി ചൊരിഞ്ഞീതിനാൽ നിന്നു കൂടാതെ ഭയപ്പെട്ടു വാനരൻ ചെന്നവയും തരികെന്ന് രാമാന്തിയെ നിന്നു പറഞ്ഞത് കേട്ടവളെ രാമചന്ദ്രനും വീണ്ടും കുറിച്ചു
ചോദിച്ച് തുതച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നിന്നിൽ നിറഞ്ഞ് ബാണങ്ങൾ തൂകിയിടിനാൽ ഒന്നിനൊന്നെയ്താൽ മകരാശനും ഭിന്നമായി ശരീരം മകരാശൻ അന്യോന്യമൊപ്പം പൊരുതും നിന്ന നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഗരാത്മജൻ അപ്പോൾ കുടിയും കുടയും കുതിരയും കൽപ്പാണി തന്നിലിരുന്നൊരു ജാപവും തേരും പൊടിപ്പെടുത്തതു രാഘവൻ സാരഥി തന്നെ കൊന്നരനന്തരം പാലിലമ്മാറും ചാടി ശൂലവും കൊണ്ട് പാലമടുത്തു മകരാശനൻ തത്തതാം പാവകാസ്ത്രം കൊണ്ടുകൊണ്ട് കണ്ടവും ഛേദിച്ചു ദേവകൾ താവറ്റു മുട്ടു തീർത്തിയിടിനാൾ രാവണിത താനറിഞ്ഞു കോപിച്ചു വന്നവരെയും ഒരു കാശു പുറത്താക്കി രാവണനോടറിയിച്ചാനതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴ് ലോകം നടുങ്ങും പരിചാരകന്മാരോട് കൂടി പുറപ്പെട്ടാൻ അപ്പോൾ അത് കേട്ടു മോഹനീനാഥനും തൽക്കാലയുദ്ധം പിണഞ്ഞു ചൊല്ലിയിടിനാൽ ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചു ിലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തഃപുരം കുക്കിരി നരുങ്ങിടുക സന്താപമുണ്ടാകരുതെന്നും കാരണം ചിത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു പിതാവിലും ചിത്തം പുറപ്പെട്ടു പോരിനാൽ വിദ്യോധനം കണ്ടു സൗമിത്രിജന്നു കാകുൽസ്ഥനാദത്തമുണർത്തിച്ചിരുന്നാൽ നിത്യം മറിഞ്ഞു നിന്നിങ്ങനെ രാവണ പുത്രൻ കവീവരന്മാരെയും നമ്മെയും അസ്ത്രങ്ങളെ ദൂരനന്ദം വരുത്തുന്ന എത്ര നാളേക്കു പൊറുക്കണമിങ്ങനെ ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർക്കുള്ള ഉന്മൂലനാശം വരുത്തുക സത്വരം സൗമിത്രി തന്ന വാക്കിനെ കേട്ടത് രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു ആയോധനത്തിങ്കലൊന്നോടവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാന്തികെ വന്നു വീഴുന്നതവരോടും പൈതാഹമാഹാസ്ത്രം പ്രയോഗിക്കരുതടോ പാതകമുണ്ടാമതല്ലായികേവനും ഞാനിവനോടുപോൽ ജൈവനെല്ലാവരും ദീനതയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടൊരു രാവണി തൽസേന ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ കുക്കുമായ സീതയിൽ വച്ചുടൻ പശ്ചിമ ഗോപുരത്തോടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്നേരം കവികളും തേരിൽ മയാസീത കണ്ടു ദുഃഖിച്ചു മാരുതീതാനും പരവശനായത് വാനവീരവരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെറ്റിനാൽ നിർദ്ദയം അയ്യോ വിഭോ രാമ രാമേ ദിവാവിട്ടു മയ്യൽ തീയാൽ മുറി വിളിച്ചിടിനാൽ ചോരയും പാരിൽ പറന്നിതു കണ്ടു മാരുതി ജാനിയെ എന്ന് പേരിടിനാൽ ശോഭയുല്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തി ഫലമെന്തുള്ളതീശ്വര നാമിനി വാങ്ങുക സീതാവതം മമ സ്വാമി തന്നോട് നിർത്തിപ്പിക്കാൻ കവികളെ ശാഖാമൃഹാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരാനായ മാരുതാനന്ദന് ചൊല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോട് സാകുലം മാരുതി എന്തു കൊണ്ടിങ്ങോട്ടു പോന്നിതു പോലിൽ തുറന്നിരിഞ്ഞിടുവാറില്ലവൻ നീ കൂടെ അങ്ങു ചെന്നിടുക സത്വരം ലോകേശനന്ദന പാർക്കരുതേതുമേ ഇത്തവാക്കന്യ വിധിസൂരനും കവി സത്തന്മാരുമായി ചെന്നതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിക്കൊതു ഭവാൻ ബന്ധം എന്തെങ്ങോട്ടു തന്നെ നടക്കണി എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ നിന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ ഉണ്ടൊരവസ്ഥയുണ്ടായതിപ്പോഴേ ചെന്നു ജഗൽ സ്വാമിയോടുണർത്തിക്കണം പോരിക നീയും ഇങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു ദുരിതുണർത്തിച്ചു മൈഥിലി തന്നെ നാശവൃത്താന്തമേ പേരുമേ ഭൂമിയിൽ വീണു മോഹിച്ചു ലഘൂത്തമൻ സൗമിത്രി താനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു തേടിനാൽ മന്നവതൻ പത്മാത്മനാപുത്രനും നിൽസംഗസീമിനി ചേർത്തനതു കണ്ടു നിൽസഞ്ചരായൊക്കെ നിന്ന് കവികളും ദുഃഖം ചെറുക്കതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങിനി കുമാരനും എന്തൊരു ദോഷമുണ്ടായതെന്നോ അഗ്നി ചിന്തിച്ചവിലേക്ക് വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരി സ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കയ്യന പൊട്ടിച്ചിരിച്ചു
വിഭീഷണനയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭവോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയം തിങ്കളായുണ്ടായി വര മായാനിരുമ്പനാം നേരനിലാനദി കാര്യമനുഷ്ഠിച്ചതെന്തിനാസുകൾ മർക്കടന്മാർ ചെന്നു ഉപദ്രവിച്ചിടാതെ തക്കത്തിലാസു നികുംബിലയിൽ ചെന്നു ഉപ്പുടൻ തന്നെ ഹോമം കഴിപ്പതി ആയിക്കൊണ്ടു കണ്ടൊരുവായ മറ്റും ചെന്നിനി ഹോമം മുടക്കേണമല്ലായെങ്കിൽ എന്നും അവനെ വധിക്കരുതാക്കുമേ രാഘവാസ്വാമി ജയ ജയ മാനസ വ്യാകുലം തീർന്നയും നേർക്കയാനിരെ ലക്ഷ്മണനോ മടിയനോ കവിയുള്ള മുഖ്യപ്രവരുമായിട്ട് പോകണം ഓർത്തു കാലം കളഞ്ഞിടരുതേതുമേ യാത്രയയക്കണേമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടളവാകസ്വാഗസ്യവും തീർന്നു മന്നവൻ പോവനാനിക്കു നൽകിയതിനാൽ വസ്തു വൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃത്താർത്ഥനായി ശ്രീരാമഭക്തൻ ഭദ്രനും സോദരൻ തന്നെയും രാക്ഷസൻ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികയെന്നനുഗ്രഹം നൽകിനാർ ലക്ഷ്മണനോട് മഹാകവസേനയും യശോവരനും നടന്നാരു നേരം മൈന്ദൻ വിവിധൻ സുശേഷൻ നള നീലനിന്ദാത്മജൻ മജൻ കേസരീരാരനും സൂരൻ വിഷഭൻ ശരഭൻ വിനതനും വീരൻ പ്രമാദി സദബലി ജാമ്പവൻ വാദാത്മജൻ വേദദർശിവിലാസനും വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ദലിമുഖവൻ സ്വേദൻ ദധിമുഖ നന്ദിമുഖൻ ജഗജൻ മേധുരൻ ധ്രുമൻ ഗവയൻ ഗവാസൻ മറ്റു മിഥ്യാദികളുള്ള കവികളും മറ്റും നടന്നിരു ലക്ഷ്മണൻ തന്നോടും മുമ്പിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംബിലും നിറഞ്ഞിരു നക്തഞ്ചരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിനാൽ രാവണി കല്ലും മലയും മരവും എടുത്തു കൊണ്ടെല്ലാവരുമായെടുത്തു കവികളും ഏറ്റു മേറും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതൊരു രാക്ഷസവീരരും മുറ്റുകയുമില്ല ഹോമം നമുക്കിനി പറ്റല ചെറ്റ കറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണെ വില്ലും ചരങ്ങളും കെൽപ്പോടെടുത്തു പോരുന്നതെത്തിനാൽ മുമ്പിൽ വേഗം പൂണ്ടെടുക്കുന്ന മാരുത സംഭവം തന്നെ തടുത്തു നിർത്തിയിടിനാൽ വന്നു നികുംബിലയാൽ തറമേലേറി നിന്നു ദശാസന പുത്രനും അന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നേത് ഉണ്ടത തീർത്തു പറഞ്ഞു തുടങ്ങിയ വീര കഴിഞ്ഞില്ല ഹോമവിവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാതിടം മാരുതാനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ട് വന്നത് കണ്ടതില്ലേ ഭവൻ മൃത്യു സമയമടുത്തതിവനിന്നി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രയും അസ്ത്രമസ്ത്രങ്ങൾ തൂകിയിടിനാൽ വ്യത്യസ്ത സത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും മത്യസ്ത വസ്ത്രങ്ങളെ ചെയ്തിടിനാൽ അപ്പോൾ കഴുത്തിലെടുത്തു ഒരു മരുൾ സൂതൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം ലക്ഷ്മണ പാർശ്വ വിഭീഷണനെ കണ്ടു കൽസനം തൊന്ന ദശാസനപുത്രനും രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ കൊടുത്തവനല്ലോ മമാ കേവലം പുത്രമിത്രാദി വർഗത്തെ ഒടുക്കുവാനും ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാലത്രയും നന്നത്ര ചൊല്ലാവൂ ഗോത്രവിനാശം വരുത്തു ജനങ്ങൾക്കു കാത്തുകണ്ടോളം ഗതിയില്ല നിർണയം ലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതല്ലോ ബുദ്ധമതം ശാസ്ത്രജ്ഞനാം നീ കുലത്തെ എടുക്കുവാൻ നാസ്തയാ വേല ചെയ്യുന്നതത്ഭുതം എന്നത് കേട്ടു വിഭീഷണൻ ചൊല്ലിനാൽ നന്നു നീയും നിൻ പിതാവും അറിയ നീ വംശം മുടിക്കുന്നതിനു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ വംശത്തെ രക്ഷിച്ചുകൊള്ളുവതിന്നു ഞാൻ അംശുമാലീകുലനായ അനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കും നേരം മങ്ങാതെ
ബാണങ്ങൾ തൂക്കി കുമാരനും എല്ലാം എഴുതു മുറിച്ചു കളഞ്ഞത ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. രണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാരാ വിശേഷിച്ചും. കണ്ടുകൊള്ളില്ലായിരുന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്ക് ഭക്ഷണമേകവൻ. യുദ്ധം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ ഉടൽ കീഴിനാനേറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമേതു വാനരവീരരുമേരെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ കൽക്ഷനെ ബാണം. മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂക്കിനാൻ ചക്രാരിമേനിമേൽ. വൃത്താരിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം മുറുക്കിയിട്ടിടിനാൻ. രക്ഷാഭിഷക്ത ശരീരികളായതു നക്തഞ്ചരരും സുമിത്രാതനേനും പാരമടുത്ത് 5 ബാണം പ്രയോഗിച്ച് ചേരും പൊടിച്ചു കുതിരകളെ കൊന്നു സാരഥി തന്റെ തലയും മുറിച്ചതി സാരമായോരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്തും എയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ഠാത്മജനം നേരം ഊറ്റമായോരു വില്ലും കുഴലിയെ കുലച്ചേറ്റമടുത്ത് ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പുത്തുതേരും പൂട്ടി വിദ്രുതം വന്നിരു രാവണപുത്രനും ആരുമറിഞ്ഞീല പോയതു വന്നതും. നാരദൻ താനും പ്രശംസിച്ചതന്നേരം ഘോരമായുണ്ടായ സങ്കടം കണ്ടൊരു സാരഭസംഭവനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതില്ലിനി ഉണ്ടാകലുമില്ല. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞോ ഭൃശം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതമസം കുമാരനും ലാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു രാഘവൻ തൻ പാലാമ്പോരുഹം മനസ്സെ ചിന്തിച്ചുറപ്പിച്ചതാച്ചാനതിയെന്ന്. പങ്ക്തി കണ്ടാൽ ഭജൻ കണ്ഠവും ഖേദിച്ചു. സിന്ധൂജലത്തിങ്കൽ മുഴുകി വിശുദ്ധമായ അന്തരാതൂണിയിൽ വന്നു കൂശരം. ഭൂമിയിൽ വീണു രാവണി തന്നെ രാമയം തികഞ്ഞിരു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വശിച്ചാരുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങീതരാഗോത്രാരിതാനും പ്രസാദിച്ചതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുവിനാദവും ഘോഷിച്ചതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനുമന്നേരം. ശങ്കാവിഹീനം ചെറുഞാണിലിയിട്ട് ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. ഗാഠമായ ലിംഗനം ചെയ്ത് രാഘവനാരൂഢമോദം മുകുർനീടിനാൻ മൂർധനി. ലക്ഷ്മണനോട് ചിരിച്ചൊരു അരുളി ചെയ്തു, ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിയ നീ. വൃദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താനി ദശഗ്രീവനും. ഇത്തമന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിരു ഭൂമിയിൽ മോഹം കലർന്ന ദീക്ഷീണനായി. പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാഹാ കുമാര മണ്ഡോദരീ നന്ദന, ഹാഹാ സുകുമാര വീരമനോഹര. മൽക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതും മൂർഖമിതിന്ന് മറക്കാവതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്ന് നന്നായുറങ്ങിയിടുമാറായത്. നമ്മയും തേടിയില്ലാർക്കു വിനിമമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും അത്തൽ കുളിർത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചത് ജാനകി തന്നെ കാരണമെന്നതുകൊണ്ട് ഞാൻ ഒന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവുമോങ്ങി ചിരിച്ചലറി തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ട് ഭീതിയായത്രയും വേവധുകാത്രിയായി. ഹാ രാമ രാമ രാമേതി ജപത്തോടു ആരാമദേശേ വസിക്കും ദശാന്തരെ ബുദ്ധിമാനായ സുഭാഷൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പുരസത്തമൻ വൃത്തവാൻ. രാവണൻ തന്നെ അടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞേടിനാൻ നീതികൾ.
ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിക നിർമ്മലനെന്ന് ജഗത്രേ സമ്മതം താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതില്ലോർക്കിൽ ഗുഹനും അനന്തനും ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദനാം പുണ്യജനാധിപൻ സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാധിവാസാത്മാ ജിതേന്ദ്രിയൻ വേദവിദ്യാവൃത സ്നാനപരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ എന്നിരിക്കെ ഭവാൻ ഇന്ന് യുദ്ധാന്തരെ നന്നെത്രയും ഓർത്തു കൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശുനി ഭാവിച്ചതും തപദുഷ്കീർത്തിവർദ്ധനം രാത്രിഞ്ചരേന്ദ്രപ്രവരപ്രഭോ മായാസാർത്ഥം വിരവോടുപോരിക പോരിനായി മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നുകളഞ്ഞു നീ ജാനകീദേവിയെ പ്രാപിച്ചു കൊള്ളുക മാനസതാപവും ദൂരെ നീക്കിയിടുക നീതിമാനായ സുഭാഷൻ പറഞ്ഞത് യാതു ധനാധിപൻ കേട്ടു സന്തുഷ്ടനായി ആസ്തനമണ്ഡപേ ചെന്നിരുന്നത്രയും ആസ്തയ മന്ത്രികളോടും നിരൂപിച്ചു ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി കുഷ്ഠരോഷം പുറപ്പെട്ടതുപോലിനായി ചെന്ന് രക്ഷോബലം രാമനോടേറ്റളവൊന്നില്ലാതെ ഒടുക്കിനാൻ രാമനും മന്നവൻ തന്നോട് എതിർത്തു രാവണൻ നിന്ന് പോർ ചെയ്താനഭേദമായത് നിർഭയം പിന്നെ രഘൂത്തമൻ ബാണങ്ങളെ ചെയ്തു പിന്നെ മാക്കിടിനാൻ രാവണദേഹവും പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ട് തീരതയും വിട്ടുവാങ്ങി ദശാനനൻ ഒരു മിനിമമ ഓരുമെന്നോർത്തതി തിരുവായിലങ്കാപുരം ഉക്കനന്തരം ശുക്രനെ ചെന്ന് നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്ന് ചൊല്ലിയിടിനാൻ ആർക്കാൽപജാതിയാം മർക്കടവീരരും അർപ്പാന്വായ ഭൂതനാകിയ രാമനും ഒക്കെയും ഒരുമിച്ചു വാരുതിയും കടന്നിക്കര വന്ന് ലങ്കാപുരം പ്രാപിച്ച് ശക്രാരിമുഖ്യ നിശാരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ഏകാകിയായതു ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായത് സദ്ഗുരു ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ വിജ്ഞാനിയാകിയ രാവണനാലിതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോട് ഉപദേശിച്ചതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക ശീഘ്രമൊരു ഗുഹയും തീർത്ത് ശത്രുക്കൾ തോൽക്കും പ്രകാരമത് രഹസ്യസ്ഥലെ ചെന്നിരുന്നാശിനി ഹോമം തുടങ്ങുക വന്നുകൂടും ജയമെന്നാൽ നിനക്കിടോ വിഘ്നം വരാതെ കഴിഞ്ഞൂടുന്നാകിൽ അഗ്നികുണ്ടത്തിങ്കൽ നിന്ന് പുറപ്പെടും ബാണതൂടീര ചാപാശ്വരഹാരികൾ വാനവരാലും അജയ്യനാം പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊള്ളുന്നോട് സോദരമെന്തിരുമെന്നിയേ ഹോമം കഴിക്കനീ ശുക്രമിനിയോടും ഒരു മൂലമന്ത്രം കേട്ട് രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനനായി തീർത്തിതു തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം ദിവ്യാം ഭവ്യഗവ്യാദി ഹോമായ സദ്ദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകമ്പുക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ച് തൽഫലം പ്രാർത്ഥിച്ച് മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ വ്യോമമാർഗത്തോളം ഉദ്ധിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രന് കാട്ടിക്കൊടുത്തിടിനാൻ ഹോമം തുടങ്ങി ദശാനനൻ മന്നവ ഹോമം കഴിഞ്ഞു കൂടിയിടുകിലെന്നുമേ നാം അവനോട് തോറ്റിയിടും മഹാരണെ ഹോമം മുടക്കുവാനയച്ചിടുക സാമോദമാശു കപികുലവീരരെ ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിയിലേറിക്കടന്നങ്ങ് രാവണ മന്ദിരം പൊക്കു ഉരപാലകന്മാരെയും കൊന്നു മർക്കട വീരരൊരുമിക്കനാകുലം വാജി രഥങ്ങളെയും ഒടിച്ചാരാഞ്ഞ് തത്ര ദശാശ ഹോമസ്ഥലം വ്യാജാ സരമനിജ കരസംജയാ സൂചിച്ചു ദശഗ്രീവ ഹോമസ്ഥലം ഹോമഗുഹാദ്വാരബന്ധനപാഷാണമഹീനം ഒടിപെടുത്തങ്കതൻ തത്ര ഭൂയിൽ അമ്പുക്ക നേരത്ത് മത്തഞ്ചരേന്ദ്രനെ കാണായതന്തികെ മറ്റുള്ളവർകളും അങ്കദനും ആജ്ഞയാ തെറ്റെന്ന് ചെന്ന് ഗുഹയിലിറങ്ങിനാൻ കണ്ണുമടത്തുരൻ ധ്യാനിച്ചിരിക്കുവാൻ പുണ്യജനാധിപനെ കണ്ട് വാനർ താടിച്ചു വൃദ്ധജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയം കുണ്ഠത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചു ലഘുമേഘാജാലവും രാവണൻ കയ്യിലിരുന്ന മഹാസ്വം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻതാടനം ചെയ്താൻ അത് കണ്ടു സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധ വിഗ്രഹം കീറിനാനേറ്റവും ജ്ഞാനത്തിനേതു മിളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയാ മണ്ഡോദരിയെ പിടിച്ചു വലിച്ചുതൻ മണ്ഡനമെല്ലാം മുറുക്കി വീട്ടിയിടിനാൻ വിശ്വസ്തനീയായി പഞ്ചുകഹീനനായി
വിസ്ത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്ത് ദുഷ്കൃതം ചെയ്തത് ദൈവമേ? നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര? മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിങ്ങളുടെ മുമ്പിലിട്ടാശു കവിവരർ എന്നെ തലമുടി കുറ്റിക്കടിപ്പെട്ട് പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പത് പോരെ പരിഭവമോർക്കിൽ ചളമതേ. എന്തിനായി കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗിതമിനി എന്തോന്നു ദുർമതേ. ജീവിതാശതേ ബലീയസി മാനസേ ഹാ വിധിവൈഭവമെത്രയും അത്ഭുതം. അർത്ഥം പുരുഷനു ഭാര്യയല്ലോ ഭുവി. ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതും ഉത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയില വന്നു താൻ പ്രാണഭയം കൊണ്ട് മൂഢൻ മഹാഖലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ട് ദശാനനൻ ധൈര്യമകന്നുതൻ വാളുമായി സത്വരം. അംഗതൻ തന്നോടടുത്താനത് കണ്ട് തുങ്കശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയെയുമായി ചാർത്തു വിളിച്ചു പുറത്തു നീടിനാൻ. ഹോമശേഷം മുടക്കിയവമെന്ന് രാമാന്തകേജെന്നു കൈതൊഴുതിയിടിനാർ. മണ്ഡോദരിയോടനുസരിക്കുന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. നാഥേ, ഹരിക്ക ദൈവാധീനമൊക്കെയും യാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. എപ്പോഴും അനുഭവിത്തരം മാമകം ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടൂ നീ. ജ്ഞാനവിനാശനം ശോകമറിക നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാന ജാതമഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദഹിക്കും സംസാരവും ഇത് കാരണം. ശോകഭയക്രോധ ലോഭമോഹസ്പൃഹാരാഗസാദി ജരമൃദുജന്മങ്ങൾ അജ്ഞാനജനങ്ങളിൽ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലക്കളകനീ. ജ്ഞാനസ്വരൂപനാത്മാ പരദ്വയൻ ആനന്ദപൂർണ്ണ സ്വരൂപനലേപകൻ. ഒന്നിനോടില്ല സംയോഗമതിന് മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനി ശോകം കളകനീ വല്ലവേ. ഞാനീ ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നുവന്നിടുവൻ. അല്ലായിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകൽ സീതയെ കളഞ്ഞുടൻ എന്നോടുകൂടവേ ആവകദന്തങ്ങൾ പതിച്ചു മരിക്കനീ ഭാവനയോടുമെന്നാൽ ഗതിയും വരും ഗ്രഹിച്ചത് മണ്ഡോദരിയും ദശഗ്രീവനോട് പറഞ്ഞാളനെന്ന് അതുനേരം. രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്നു സരിക്കനീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ച് വൈവസത്വമതിന് തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നമൊരു ലക്ഷണയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമഥനകാലേ പുരാ ഘോരമാം മന്ധരം ദൃഷ്ടേ ധരിച്ചതും തന്നെയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമതിൽ വെച്ചു പൊങ്ങിച്ചതും ഘോരനായ ഒരു ഹിരണ്യകശിപുരന്മാരിടം കൈനഖം കൊണ്ടു പിളർന്നതും 3 അടി മണ്ണ് വെളിയോടിയായിച്ചു 3 ലോകവും 3 അടിയായി അളന്നതും ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജഗമച്യുതൻ പുത്രനായി രാമനാമത്തെ സരിച്ചതും പൃഥ്വീപതിയായ രാമൻ ഇവൻ തന്നെ. മാർത്താണ്ഡ വംശേ ദശരഥപുത്രനായ ധാത്രീ സുധാവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലെ വന്നു പിറന്നതുമെന്നു ധരിക്കനീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കൊണ്ടുപോന്നു വൃഥ. നിർലജ്ജനാകയാൽ മൂഢജലപ്രഭു വൈദേഹിയെ കൊടുത്തിടുക രാമന് സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി. മണ്ഡോദരി വാക്ക് കേട്ടൊരു രാമണൻ ചണ്ഡപരാക്രമൻ ചൊന്നാനതു നേരം. പുത്രമിത്രാമാത്യ സഹോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയില്ലടോ. ഭാവിച്ചവൻ തന്നോട് വൈകുണ്ഠ രാജ്യമഭിഭവിച്ചിടുവൻ. രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പൂർവനാദിഗമനം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലേ നിഗ്രഹരണം ജഡഹരണം പശ്ചാദ്രാവണ കുംഭകർണനം ഏതത്തി രാമായണം.
ദശരഥ രാമ ഹരേ രാമാധീരാജ ഹരേ അയോധ്യനാഥ ശുഭവരദായക ഹനുമസ്വാമി ഹരേ രാമ ദശരഥ രാമ ഹരേ ലക്ഷ്മണ സഹിത ഹരേ രാമ വരദായ ഹരേ ശത്രുഘ്ന സേവിത ഭക്ത ജനപ്രിയ രാവണ നാശ ഹരേ രാമ ദശരഥ രാമ ഹരേ കല്യാണ ഗുണശീല രാമ കൗസല്യവരദ വസിഷ്ഠ ഭൂഷിക പ്രഭു രാമ പ്രിയ രാമായണ ഹരിത രാമ ദശരഥ രാമ ഹരേ ത്രേതായുഗ പുരുഷ രാമാശോദാനവതരണ അഖിലാധാര ജഗദോധാരക ഗുരുവായൂപുരേശ രാമ ദശരഥ രാമ ഹരേ ജയ ജയ ശ്രീരാമ രാമ ജയ സീതാരാമ തവ പദ പങ്കജമണിയനു ശരണം സദഗം രഘുരാമ രാമ ദശരഥ രാമ ഹരേ ജയ ജയ രാമ ഹരേ രാമ ജയ സീതാരാമ തവ പദ പങ്കജമണിയനു ശരണം സദഗം രഘുരാമ രാമ ദശരഥ രാമ ഹരേ രാമ ദശരഥ രാമ ഹരേ ഗോവിന്ദ ഗോവിന്ദ കായേന വാചാ മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേന വാ കരോമി യത്കൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി യദക്ഷര പദകൃതം മാത്രായേണം തു യത്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ച ക്ഷമസ്സത്പുരുഷോത്തമ അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ രക്ഷ രക്ഷ മഹേശ്വരി ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ